മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വരുന്ന എപ്പിസോഡുകളെല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ്. ഇത്രയും നാളും കണ്ണനും മഹാലക്ഷ്മിക്കും പണി കൊടുക്കലായിരുന്നു, പ്രതാപനും ഉണ്ണിക്കൊക്കെ പണിയെങ്കിൽ. ഇപ്പോൾ പ്രതാപനാണെങ്കിൽ പ്രേതങ്ങളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ തേടിയെടുക്കുന്ന എപ്പിസോഡായിട്ട് ഇനി വരാൻ പോകുന്നത്. എന്തായാലും ഈ കണ്ണൻ്റെ അച്ഛനെ കണ്ടതോടുകൂടി പ്രതാപന് നല്ല പേടിയാവുന്നുണ്ട്. തോമസ് ഡോക്ടർ ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നില്ലെങ്കിലും പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, ഞാൻ കണ്ടത് കണ്ണൻ്റെ അച്ഛനെയാണ്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നേരാണോടാ, നീ അതിന് ആകെ ഒരു പ്രാവശ്യമല്ലേ അയാളെ കണ്ടിട്ടുള്ളൂ, നിനക്ക് ആൾ മാറിയതാണോ എന്ന് ചോദിക്കുമ്പം, ഇല്ലമ്മേ, അയാളെ തന്നെ ഞാൻ കണ്ടത്. അയാൾ എൻ്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് വരുമായിരുന്നു. എന്നാൽ പിന്നെ നമ്മളിനി ഇവിടെ നിൽക്കണ്ടാടാ, ഇത് പ്രേതങ്ങളുടെ ഭവനാണെന്നാണ് തോന്നണേ. ആ തോമസ് ഡോക്ടറാണെങ്കിലും പ്രേതങ്ങൾക്ക് കാവൽ നിൽക്കണമെന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ട് പോകാം. അങ്ങനെ പ്രതാപൻ്റെ അമ്മയും കൂടി തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് തോമസ് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം, ഇല്ല ഡോക്ടറെ, ഞങ്ങൾ ഇന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കണേ, ഇപ്പോൾ ഇവന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, ആരാ പറഞ്ഞ പ്രശ്നമൊന്നുമില്ലാന്ന്, 2-3 ദിവസം കൂടി ഇവിടെ കിടന്നാലേ നിങ്ങളുടെ അസുഖം ശരിക്കും മാറുള്ളൂ, അതുകൊണ്ട് 3 ദിവസം കൂടി കഴിഞ്ഞ് പോയാൽ പോരെയെന്ന് ചോദിക്കുമ്പം, ഇല്ല ഡോക്ടറെ, ഞങ്ങളിപ്പോൾ തന്നെ പോവാം, 3 ദിവസം കൂടി കിടന്നിട്ടുണ്ടെങ്കിൽ എന്നെ ജീവനോടെ കിട്ടാൻ തന്നെ സാധ്യതയില്ല, എന്നെ ആ പ്രേതം തന്നെ കൊല്ലുമെന്ന്. ആ സമയത്ത് ഈ തോമസ് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കത് പ്രേതമാണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്, അയാളെ കൊന്നത് നിങ്ങളാണോ എന്ന്. അത് കേട്ടതും പ്രതാപനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഞെട്ടുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഇല്ല ഡോക്ടറെ, അയാളുടെ രൂപവും ഭാവവും ഒക്കെ കണ്ടപ്പോഴാണ് എനിക്ക് പ്രേതമാണെന്ന് മനസ്സിലായത്, അല്ലാതെ എനിക്ക് അയാളെ ഇതിനു മുമ്പ് പരിചയമൊന്നുമില്ല എന്ന് പറയുമ്പം തോമസ് ഡോക്ടർ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ദുർമരണപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇല്ല ഡോക്ടറെ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, പിന്നെ നിങ്ങളെ മാത്രമായിട്ട് എന്തിനാ പ്രേതം ഉപദ്രവിക്കണമെന്ന് ചോദിക്കുമ്പം അതൊന്നും അറിയില്ല, എന്തായാലും ഇപ്പോൾ പ്രതാപൻ്റെ സമയത്തിന് മോശമാണ് ഡോക്ടറെ, അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോകുക, ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് പോകാനൊരുങ്ങുമ്പോൾ ഈ തോമസ് ഡോക്ടർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും നിങ്ങൾക്കൊരു പേടിയുള്ളത് നല്ലതാണ്, നിങ്ങൾ ആരെങ്കിലും കൊന്നിട്ടായിരിക്കും അവരുടെ പ്രേതം വരുന്നത്. എന്തായാലും മഹാലക്ഷ്മിനെയും കണ്ണനെയും ഒരുപാട് പ്രാവശ്യം കൊല്ലാൻ നോക്കിയതല്ലേ അമ്മയും മകനും കൂടി. അതുമാത്രമല്ല, ഇപ്പോൾ മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കിയിട്ടാണല്ലോ കണ്ണൻ്റെ ഇന്ന് തല്ലുകൊണ്ട് ഈ അവസ്ഥയിലായത്. എന്തായാലും ആ പ്രേതം ഇവരെ വെറുതെ വിടാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നണില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മയും കാറിൽ പോണ സമയത്ത് പ്രതാപൻ അമ്മയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവളെങ്ങാനും എന്തെങ്കിലും പ്രാർത്ഥനയോ മന്ത്രമോ നടത്തി അയാളുടെ ആത്മാവിനെ ആവാഹിച്ച് നമ്മുടെ പിന്നാലെ പറഞ്ഞു വിട്ടതായിരിക്കും അമ്മയെന്ന് വയ്ക്കുമ്പം, അതും പറയാൻ പറ്റില്ലടാ പ്രതാപ, അവൾക്കാണെങ്കിൽ ദൈവങ്ങളിൽ ഭയങ്കര വിശ്വാസമാണ്, അതുപോലെ തന്നെ അവളുടെ കയ്യിലുള്ള ആ ഒരു അയ്യപ്പ വിഗ്രഹം ഉണ്ടല്ലോ, എല്ലാവരും പറയണ പോലെ ആ വിഗ്രഹത്തിന് ജീവനുണ്ടെന്ന് എനിക്ക് തോന്നണേ, അതുകൊണ്ടല്ലേ നമ്മൾ അവളെ എന്ത് ചെയ്യാൻ നോക്കിയാലും അതെല്ലാം നമുക്ക് തന്നെ തിരിച്ചു വരുന്നതെന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ പേടിച്ച് പുറത്തിറങ്ങും അമ്മേ, എത്രയും പെട്ടെന്ന് അയാളുടെ ആത്മാവിനെ ഏതെങ്കിലും മന്ത്രവാദിയെ കൊണ്ടുവന്ന് തളയ്ക്കണം, ഇല്ലെങ്കിൽ എനിക്ക് പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല, വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും പേടിയാവുമെന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് നേരാടാ പ്രതാപ, എത്രയും പെട്ടെന്ന് ആരെങ്കിലും കണ്ട് അതിനുള്ള ഏർപ്പാട് ചെയ്യണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ പ്രതാപൻ്റെ വീട്ടിൽ ചെന്ന് ഇറങ്ങിയതും മോഹിനി ഇവർ കണ്ടിട്ട് പോയിട്ട് എന്തായി, അസുഖമൊക്കെ മാറിയെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് മോഹിനിയോട് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ എന്താടി ഇവൻ ചാവാൻ കാത്തിരിക്കുമായിരുന്നോ? അന്നേരം മോഹിനി ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ പറയുന്നുണ്ട്, അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനത്തെ സംസാരങ്ങളാണുള്ളൂ, ഞാൻ അങ്ങനെ ചിന്തിക്കണ ആളല്ല, നിങ്ങളല്ലേ എപ്പോഴും എല്ലാവരുടെയും മരണം ആഗ്രഹിച്ചുകൊണ്ട് നടക്കണേ, അതുമാത്രമല്ല മറ്റുള്ളവരുടെ ജീവനെടുക്കാൻ നടക്കുന്നതും നിങ്ങൾ തന്നെയല്ലേ എന്ന്. അത് കേട്ടതും പ്രതാപനാണെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക, അതിൻ്റെ ഇടയ്ക്ക് അവളുടെ ഒരു വർത്താനം. എന്തായാലും ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, നിൻ്റെ മോളുടെ കൂട്ടുകാരും എന്നെ ഉപദ്രവിക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയേക്കാം, ഇപ്പം തന്നെ ആ കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ അവളെങ്ങനെയോ ആവാഹിച്ച് എന്നെ ഉപദ്രവിക്കാനായിട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയായി പറയണേ, കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ മോളെങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണേന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, എന്തായാലും ഇന്നലെ രാത്രി അയാൾ എന്നെ കാണാൻ വന്നിരുന്നു, അയാൾ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ വന്നതാ, എന്തായാലും നീ നിൻ്റെ മോളോടൊരു കാര്യം പറഞ്ഞേരെ, ഇനി എൻ്റെ പുറകെ ഇങ്ങനെ ശല്യത്തിന് വരണ്ടാന്ന്. എന്തായാലും ഇത്രയും വർഷമായിട്ടും അയാളെയും കൊണ്ട് എനിക്കൊരു ഉപദ്രവം ഉണ്ടായില്ല, ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നിൻ്റെ മോള് തന്നെയായിരിക്കും എന്ന്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, അതിന് എൻ്റെ മോൾ എന്ത് ചെയ്തിട്ടാ, നിങ്ങളല്ലേ കണ്ണൻ്റെ അച്ഛനെ കൊന്നത്,
ആ ആത്മാവിന് ഇപ്പോഴും ശാന്തി കിട്ടിക്കാണൂല. അതാ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് വന്നത്. എന്തായാലും നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം തന്നെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അതിന് എന്നെയും എൻ്റെ മോളെയും കുറ്റം പറയുമൊന്നും വേണ്ടാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയാണ്. കരുണയാണെങ്കിൽ പ്രതാപനെ വിളിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, മോളെ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നു. ആ സമയത്ത് എന്താ വെച്ചാൽ അച്ഛൻ പെട്ടെന്ന് പോയ അച്ഛന് അസുഖമൊക്കെ മാറിയെന്ന് ചോദിക്കുമ്പം അസുഖം മാറിയിട്ടൊന്നുമില്ല, ഇനിയിപ്പോൾ ഞാൻ അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും പ്രേതത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടും. ഏത് പ്രേതത്തിൻ്റെ കാര്യം അച്ഛൻ പറയണമെന്ന് ചോദിക്കുമ്പോൾ വേറെ ഏതാ മോളെ, കണ്ണൻ്റെ അച്ഛനില്ലേ, അയാൾ പ്രേതമായിട്ട് വന്ന് ഇന്നലെ എന്നെ പേടിപ്പിച്ചു. അത് കേട്ടതും കരുണയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അച്ഛൻ പറയുന്നതൊക്കെ നേരാണോന്ന് ചോദിക്കുമ്പം പിന്നെ നേരല്ലാണ്ട് ഞാൻ നുണ പറയണേ എന്തിനാ മോളെ, ഇന്നലെ ഞാൻ റൂമിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ ഓർമ്മയില്ലാതെ തന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. വെളിയിൽ വെച്ച് ഞാൻ ആ കണ്ണൻ്റെ അച്ഛനെ കണ്ട് പേടിച്ച് ബോധം കെട്ട് കിടന്ന സമയത്ത് അമ്മയും അതാ തോമസ് ഡോക്ടർ എല്ലാവരും എന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. അവസാനം എന്നെ പറമ്പിൽ നിന്ന് ഇവരെടുത്തുകൊണ്ട് വന്നേനെ. അത് കേട്ടതും കരുണ പറയുന്നുണ്ട്, അപ്പോൾ ഇതിനു മുമ്പൊന്നും അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഇതിനു മുമ്പൊന്നും അയാൾ എന്നെ ഉപദ്രവിക്കാനായിട്ട് വന്നിട്ടില്ല, ഇതിപ്പോൾ ആദ്യമായിട്ടാണ്, എന്താണെന്നറിയില്ല. എനിക്ക് സംശയം ആ മഹാലക്ഷ്മീനെ, അവളുടെ കുഞ്ഞിനെ നമ്മൾ കളയാൻ നോക്കിയില്ലേ, അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് അവൾ കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ ആവാഹിച്ച് ഞങ്ങളുടെ പുറകെ വിടണയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന്. ആ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അച്ഛാന്ന് ചോദിക്കുമ്പം, പിന്നെ ഇല്ലാതെ, അല്ലെങ്കിൽ തന്നെ അവൾ ദൈവങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നവളല്ലേ, അവൾക്ക് അതിനൊക്കെ സാധിക്കും. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു മന്ത്രവാദീനെ വളർത്തി കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ തളയ്ക്കണം, ഇല്ലെങ്കിൽ എനിക്ക് പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല മോള് അതിനു വേണ്ടി ഉണ്ണിയോടും ദുർഗയോടും സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കണം. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ സംസാരിക്കാനാ അച്ഛാ, അതെന്തായാലും നടക്കുമെന്ന് തോന്നണില്ല എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, മോള് നോക്കിയാലേ നടക്കുള്ളൂ, ഞങ്ങളെ ഉപദ്രവിക്കാൻ കണ്ണൻ്റെ അച്ഛൻ വന്നു എന്നൊന്നും പറയരുത്, അല്ലാതെ തന്നെ എങ്ങനെയെങ്കിലും കണ്ണൻ്റെ അച്ഛന് വേണ്ടി കർമ്മങ്ങളെല്ലാം ചെയ്ത് അവൻ്റെ ആത്മാവിനെ എവിടെയെങ്കിലും ആവാഹിച്ച് തളയ്ക്കണം എന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അതിന് കണ്ണേട്ടൻ സമ്മതിക്കുമെന്ന് തോന്നണില്ല, അച്ഛൻ്റെ ആണ്ട് പോലും ഇവിടെ നടത്താറില്ല, കണ്ണേട്ടന് അതെല്ലാം വിഷമമാണെന്നും പറഞ്ഞ് കണ്ണേട്ടനെ ഒന്നിനും അനുവദിക്കാറില്ല എന്ന് പറയുമ്പം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അയാളുടെ ആത്മാവ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണേന്ന് ഈ പ്രതാപൻ പറയുന്നുണ്ട്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ അച്ഛാ, അമ്മയോട് പറയാമെന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ നമ്മളുടെ ദുർഗ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് കരുണ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. കരുണ ചെന്നിട്ട് ഈ വിശ്വനാഥൻ മരിച്ചതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, കണ്ണന് അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ ഒരാവശ്യം ഇവിടെ നടത്തുന്നത് ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് ഇന്ന് വരെ വിശ്വേട്ടന് വേണ്ട ഒരു കർമ്മങ്ങളും ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന്. ആ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട്, അങ്ങനെ കർമ്മങ്ങൾ നടത്താതിരുന്ന ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കൂലേ അമ്മയെന്ന് ചോദിക്കുമ്പം, അങ്ങനെയാണ് എല്ലാവരും പറയണത്, പക്ഷേ ഇതുവരെയും വിശ്വേട്ടനെ കൊണ്ട് ഒരു ഉപദ്രവവും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല, ഇതുവരെയും അദ്ദേഹത്തെ സ്വപ്നത്തിൽ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാത്തത് കൊണ്ടായിരിക്കും നമ്മുടെ കുടുംബത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായത്. എന്തായാലും ഇത്രയും നാൾ അച്ഛന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളത് പോട്ടെ, ഇനിയെങ്കിലും അച്ഛന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യണമെന്ന്. ആ സമയം ദുർഗ പറയുന്നുണ്ട്, അതും ഞാനൊന്ന് തീരുമാനിച്ചിരിക്കാറുണ്ട് മോളെ, എന്തായാലും വാമേട്ടനോട് ഞാനിങ്ങോട്ട് വരാൻ പറയാം, വാമേട്ടൻ തന്നെ ഏതെങ്കിലും മന്ത്രവാദിയെ കൊണ്ടുവന്ന് വിശ്വേട്ടൻ്റെ ആത്മാവിനെ ബന്ധിക്കട്ടെ എന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അത് നല്ല ഐഡിയ അമ്മ, എന്തായാലും അമ്മ ഇപ്പം തന്നെ അമ്മാവനെ വിളിച്ച് വിവരങ്ങൾ പറയാമെന്ന്. പിന്നീടാണെങ്കിൽ കരുണ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ഉണ്ണി ഇങ്ങനെ ആലോചിച്ച് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പോൾ, അതല്ല കരുണ, ഞാൻ ഇന്നലെ കണ്ണേട്ടൻ്റെ റൂമിൻ്റെ അടുത്തേക്കൂടെ ചെന്നപ്പോൾ അവിടെ നിന്ന് കണ്ണേട്ടൻ ആരോടോ ഗുഡ് നൈറ്റ് പറയണ കേട്ടു എന്ന്. ആ സമയം കരുണ ചോദിക്കുന്നുണ്ട്, അതെന്താ കണ്ണേട്ടന് ആരോടും ഗുഡ് നൈറ്റ് പറയാൻ പാടില്ല എന്ന്. അല്ല, ഗുഡ് നൈറ്റ് പറയണമെങ്കിൽ മറുപുറത്തുള്ള ആൾ അത്രയ്ക്കും വേണ്ടപ്പെട്ടവരായിരിക്കണമല്ലോ എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, കണ്ണേട്ടന് ഒരുപാട് ഫ്രണ്ട്സും അതുപോലെ ഓഫീസിലെ ജീവനക്കാരൊക്കെ ഉള്ളതല്ലേ, അവരാരെങ്കിലും വിളിച്ച് സംസാരിച്ചപ്പം കണ്ണേട്ടൻ സാമാന്യ മര്യാദയ്ക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞതായിരിക്കുമെന്ന്. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, എനിക്കതങ്ങോട്ട് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റണില്ല, ഇനി കണ്ണേട്ടനും അവരും കൂടി നമ്മളെ വീണ്ടും ചതിക്കുകയാണെന്ന് എനിക്കൊരു പേടിയുണ്ടെന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, നിങ്ങൾ ഈ പേടിയും കൊണ്ട് കണ്ണേട്ടൻ്റെ പുറകെ നടന്ന് ഉള്ളതും കൂടി ഇല്ലാണ്ടാക്കണ്ട. എന്തായാലും വേറൊരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ വന്നത്, അച്ഛൻ്റെ ആത്മാവ് ശാന്തി കിട്ടാതെ അലഞ്ഞു നടക്കുവാണോ എന്ന് അമ്മയ്ക്കൊരു സംശയമുണ്ട്, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു മന്ത്രവാദീനെ വിളിച്ച് കർമ്മങ്ങൾ നടത്തി അച്ഛൻ്റെ ആത്മാവിനെ തളയ്ക്കണമെന്ന് അമ്മ പറയണേന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അതതിന് കണ്ണേട്ടൻ സമ്മതിച്ചിട്ട് വേണ്ടേ, കണ്ണേട്ടൻ ഒരിക്കലും അച്ഛന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അതിന് അച്ഛൻ കണ്ണേട്ടൻ്റെ മാത്രമല്ലല്ലോ, അച്ഛനിൽ ഉണ്ണിയേട്ടനും അമ്മയ്ക്കൊക്കെ അവകാശമില്ലേ, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ കണ്ണേട്ടൻ തള്ളി കളയൂല, എന്തായാലും അമ്മാവനോട് വിളിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനാണ് ഈ കമലേശ്വരത്തേക്ക് വരുന്നുണ്ട്.
വന്നതും ദുർഗ നീ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് മാമേട്ട ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മാമേട്ടനോട് ഞാൻ വരാൻ പറഞ്ഞത്. കണ്ണൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇത്രയും വർഷങ്ങളായെങ്കിലും ഇന്ന് വരെ നമ്മൾ വിഷുവേട്ടന് വേണ്ടി ഒരു കർമ്മങ്ങളും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു മന്ത്രവാദീനെ വിളിച്ച് വിഷുവേട്ടന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് ആത്മാവിനെ പിടിച്ച് തളയ്ക്കണമെന്ന്. ആ സമയത്ത് കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണനെ കണ്ടതും വാമദേവനാണെങ്കിൽ ആ മോനെ നീ ഇവിടെ ഉണ്ടായിരുന്നു എന്നും ചോദിച്ചു ചെല്ലുമ്പം ഇന്നെന്താ അമ്മാവൻ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് എന്നെ ദുർഗ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്, എന്താ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം അതല്ലടാ, നിൻ്റെ അച്ഛന് വേണ്ടി ഇതുവരെ കർമ്മങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു മന്ത്രവാദീനെ വിളിച്ച് കർമ്മങ്ങളെല്ലാം ചെയ്ത് ആത്മാവിനെ തിളക്കട്ടെ. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് വേണ്ട, ഇവിടെ മന്ത്രവാദീനെയും വിളിക്കേണ്ട, കർമ്മങ്ങളും ചെയ്യണ്ട. ഇന്ന് വരെ എൻ്റെ അച്ഛനെയും കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ ആത്മാവ് എന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യമൊന്നും ഞാൻ നോക്കണില്ല. എൻ്റെ തീരുമാനം ഇതാ, ഇവിടെ അച്ഛന് വേണ്ടി ഒരു കർമ്മവും നടത്തണില്ല. എൻ്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതുമാത്രമല്ല, അന്ന് എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും ബൈക്കിൻ്റെ നേരെ ലോറി ഓടിച്ച് കയറ്റിയ അയാളുണ്ടല്ലോ, അയാളെ ഞാൻ എവിടെയെങ്കിലും വെച്ച് കാണും. അന്നത്തോടുകൂടി അവൻ്റെ കഥ കഴിയുന്നു. അത് കേട്ടതും വാമദേവനാണെങ്കിൽ ഇങ്ങനെ ഭയത്തോടുകൂടി കണ്ണൻ്റെ നേരെ നോക്കിയിരിക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.